മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. ഫ്ലാഷ് ബാക്ക്. ഹലോ ഗായ്സ്, പരിപ്പോടം തണുത്ത വെള്ളം, ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഹലോ നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയില്ല ഞാൻ എന്റെ പാട്ടിന് കൂട്ടോ. ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങൾക്ക് നാണാവില്ല മനുഷ്യ. അങ്ങനെ ഇവര് ഏറി പോകാൻ സമയമായിട്ടുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്കൊരു അവസരം കൂടി തരും ഒന്ന് സംസാരിക്കാനാണ്. ഇവരുടെ ഒരു ഇന്റർവ്യൂ എടുത്ത് ഇന്റർവ്യൂവിനകത്ത് ചെറിയൊരു കാര്യം ഇവർ പറയുന്നു. ആ പറഞ്ഞതിനകത്ത് ആളുകൾ ഏറി പിടിച്ചു. നീ ഒറ്റ ഒരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണം? പ്ലാവഡിയിൽ ബ്രദേഴ്സ് റേറ്റ് ഒക്കെ കൂടുതലായിട്ട് ചോദിച്ചു തുടങ്ങിയ കാരണം ഈ സെലിബ്രിറ്റീസ് ആയല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളിപ്പോ പഴയ റേറ്റ് തന്നെ. അങ്ങനെയൊന്നുമില്ല, ബർത്ത്ഡേ വിഷസിന് ഇപ്പൊ 2000 രൂപയിൽ കൂടുതൽ വാങ്ങിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടുകിട്ടാൻ പാടില്ലേ? ഇനിയുള്ള കമന്റ് സെക്ഷൻ ഞാൻ കാണിക്കാം. 2000 അതിനുള്ളതുണ്ടോ? കനാലിൽ നിന്ന് എയറിലേക്ക്. മൈരെ എനിക്ക് 50 താ, ഞാൻ സ്റ്റോറി ഇടാം. എന്തിന് 2000? ഒരുത്തിനെ പൊക്കിക്കൊണ്ട് വരാനും ചവിട്ടി താഴേക്ക് ഇടാനും നമ്മള് മലയാളികളെ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ആള് ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. പറയുന്നു എല്ലാവരും അൺഫോളോ അടിക്ക്, അവന്റെ കൊണയടിക്ക്. എന്ത് ചെയ്യാം, സ്നേഹബന്ധത്തെക്കാൾ കാശിന് വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ ജനിച്ചുപോയി. ആറാട്ടും പെരേരയും ഉണ്ണിക്കണ്ണനും എല്ലാം കഴിഞ്ഞ് അടുത്ത 2 പുതിയ അപരാധങ്ങൾ. ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. അയ്യോ സാറേ, ഇത് കള്ളപ്പണമല്ല, അത്യധ്വാനം ചെയ്തിട്ട് പിന്നെ We want source of income. ഇവരെ ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചതാരാണ്? നമ്മള് മലയാളികൾ തന്നെയാണ്. എന്നിട്ട് അവന്മാരെ ഇപ്പൊ പോയിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.